ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയി തീരെ വയ്യാഞ്ഞിട്ട് പോയതാണ്. പിന്നെ അപ്പോൾ എന്താണെന്നറിയോ, വയറുവേദനയായിരുന്നേ. കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങനെ സഹിച്ചിട്ട് ഒന്നര ആഴ്ചയായി പോകാൻ വയ്യാച്ചിട്ട്. ഇങ്ങനെ വെയിലും ചൂടല്ലേ. പിന്നെ അവിടെയൊക്കെ പോയ തിരക്ക് ഒന്ന് ഞാൻ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ മരുന്ന് തന്നിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളത്. മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് കുറേ കാലം മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല, ഇനി തീരെ ഭേദമില്ലെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ, ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ മാറിയിട്ട് ചെയ്യാൻ പിന്നെ പോകുന്നില്ല. അപ്പോൾ പിന്നെയും ചിലപ്പോൾ എന്തെങ്കിലും വരുമ്പോഴേ പോകുള്ളേ. എന്തെങ്കിലും പിന്നെ കുറവ് വന്നാൽ പിന്നെ ഞാൻ വിളിക്കും. അതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മോൾക്ക് വിളിച്ചപ്പോഴേ അവിടെ 2 ദിവസമായി ചോദിക്കും. അവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോ വയറിന് സുഖമില്ല, കൂടി കടി കൂടണം എന്നിട്ട് സുഖമില്ല എന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അവളിപ്പോൾ 2 ദിവസമായി പറയുന്നു, അമ്മ ഒന്ന് പോയി വെക്കുന്നു. അങ്ങനെ പോയതാ. നിങ്ങൾ അധികമായിട്ട് പോകാൻ നിൽക്കണ്ട, എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ എന്ന് വെച്ചിട്ട് ചീത്താറുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി, വണ്ടിയൊക്കെ വിളിച്ച് പോയി. അന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര ഇതാണേ. അപ്പോൾ നമ്മളെ അസുഖം നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതല്ലല്ലോ, വേദന സഹിക്കല്ലേ ഇങ്ങനെ ഓരോ വേദനയായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇഴജന്തുക്കളുടെ ഈ പ്രശ്നം വന്നില്ലേ, ഇത് വന്നപ്പോൾ ഞങ്ങളെ ബാക്കിൽ കുറച്ച് തൊടിയുള്ളൂ ബാക്കിൽ. അവിടെ ഞാൻ വാഴയുടെ കയ്യും അതും ഇതൊക്കെ ഇങ്ങനെ ചൊടിയുന്നില്ല, അതൊക്കെ വെട്ടി കത്തിച്ച്, പിന്നെ അവിടെയൊക്കെ ചെടികൾ കണികൾ മോശമൊക്കെ വെട്ടിയിട്ട് ഞാൻ അടിച്ചോരി കത്തിച്ചു. അതിന് ശേഷം എനിക്ക് വയ്യ. അപ്പോൾ എന്താ വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുത്താൽ പിന്നെ എനിക്ക് വയ്യ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ രാവിലത്തെ ഈ അടിക്കുക തുടയ്ക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് പണിയെടുത്ത് എനിക്ക് വയ്യില്ല. അപ്പോൾ എനിക്ക് വയ്യാതെ ഉള്ളൂ, എന്താ അറിയില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ അത് പോയേക്കിതാണ്. അപ്പോൾ ഇന്നെ പോലുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, കാരണം എന്തെങ്കിലും അസുഖം വന്നാൽ അത്രയും ആകുമ്പോൾ ഒന്ന് പോകും, അത് ഭേദമായോ പിന്നെ പോകില്ല. അങ്ങനെ തന്നെ നമ്മൾ സ്ത്രീകൾ ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ ഇന്നെ പോലെ നല്ല ആരും ചെയ്യരുതേ. എന്തെങ്കിലും വയ്യായ കണ്ട അപ്പോൾ ആശുപത്രിയിൽ പോയിക്കോളും. നമ്മളൊക്കെ ഈ അധികമാവാൻ നിന്നാലേ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും വന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞതൊക്കെ അല്ലേ, അപ്പോൾ കാണുള്ള പണിയൊന്നും എടുക്കാൻ വയ്ക്കില്ല. അപ്പോൾ വേദനയൊക്കെ വരലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് വേദനയെങ്കിലും ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ്ട് ഇട്ടതാണ്. അപ്പോൾ പോയിപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ആമി എന്താണെന്ന് അറിയാം, ഇത് ചെറുതാണ്, 1 വയസ്സായിട്ടുള്ളൂ. അവൻ ഇത്തിരി വലിയ കുട്ടിയാണ്. അവ എപ്പോഴും ഇവിടെ പിന്നാലെ നടന്നിട്ട് ഇവിടെ ഉപദ്രവിക്കുകയാണ്. കടിക്കൊന്നുമില്ല, പക്ഷേ ഇവൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ തിരിച്ച് കടിക്കും. ഇപ്പോൾ നല്ല സഹിക്കാൻ വയ്യാതെ കുറേ ക്ഷമിക്കും, അവൾ സഹിക്കും, പിന്നെ അവളെ തിരിച്ചാണ് കടിക്കും. അപ്പോൾ എൻ്റെ സമയം പോക്കാണ് ഇവരെ. ഇവിടെ ആരും ഇല്ലല്ലോ, പകലൊന്നും ആരും ഉണ്ടാവില്ല. വൈകുന്നേരത്താണ് ഇവർ അച്ഛൻ വരുന്നത്. രാത്രിയാവും, 8:30 അപ്പോൾ അതുവരെ ഞാൻ അങ്ങനെ പകൽ ഒറ്റയ്ക്ക് ഇരിക്കില്ല. ഇവരായിട്ട് ഇവരുടെ ചെറിയ വീഡിയോസാണ് ഞാൻ മറ്റേലിടുന്നത്. വൈകുന്നേരത്തെ കുറച്ച് കുട്ടികൾ വരും. ഞാൻ വെറുതെ ഇങ്ങനെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആ കുട്ടികൾ വരുമ്പോൾ വരണ്ടാമെന്ന് പറഞ്ഞില്ല. പിന്നെ ഇപ്പോൾ അവർ സ്ഥിരം വരല്ലോ തുടങ്ങി. അപ്പോൾ അവർ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തരുന്നതാണ്. അതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക.